രാഘവൻ ഒരു കാര്യം കൂടി ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂലയ്ക്ക് അങ്ങോട്ട് ഞാൻ ഫേക്ക് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, നീ ഒരു മൂലയ്ക്ക് അങ്ങോട്ട് പോയാണ്ട് കരഞ്ഞങ്ങോട്ട് തീർക്കുക നിൻ്റെ സങ്കടം കേട്ടോ. ഞാൻ നീ മുസ്ലിം അല്ലെന്ന് തന്നെ ഇരിക്കുകടാ. ഈ ഡ്രസ്സ് ഇടാൻ പാടില്ലെന്നുള്ള എവിടെയെങ്കിലും നിയമമുണ്ടോ? ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. ഇപ്പം ഇന്നലെയും ഇന്നും വിജയ് കോട്ടിട്ട് വന്നേനാ, ഇന്നത്തെ ന്യൂസ് ആരെങ്കിലും കണ്ട? എന്നിപ്പോൾ കോട്ട് തന്നെയാവോ, ഇന്ന് പാൻറ്റും സൂട്ട് തന്നെയാവോ? ഒരാളെ വെറുതെ വിടാത്ത സമൂഹം ചേറ്റകൾ. മുസ്ലിംകാർക്ക് മലപ്പുറം കുഞ്ഞപ്പ ഹലാലാണ് ആണോ? ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചിടൂ. വിയർപ്പിൻ്റെ പ്രോബ്ലം ഉണ്ടോ? എനിക്കുമുണ്ട്. ഡ്രസ്സ് മൊത്തം നനയും, കയ്യിൻ്റെ അടിയും അടക്കം നനയും. വിയർപ്പിൻ്റെ അസുഖം ചൂട് കൂടുമ്പോൾ എല്ലാവരും കാമപ്രാന്തന്മാർ പെങ്ങളെ എന്ത് ചെയ്യാനാടോ താത്ത. ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ല താത്ത, ഈ നെഗറ്റീവ് വായിക്കുന്നതിനേക്കാളും നല്ലത് ലൈവ് നിർത്തി ഇബാദത്ത് ചെയ്യുന്നത്. ആഹാ, എന്നാൽ നീ എനിക്ക് കുറച്ച് ജീവിക്കാനുള്ള കുറച്ച് മാർഗം കാണിച്ചു തരുമോ? അല്ലെങ്കിൽ ഒരു 5 ലക്ഷം ഉറുപ്പ്യ അയച്ചു തരുമോ അങ്ങോട്ട്? ഇബാദത്ത് നീ ചെയ്യടാ. നീ ഇവിടെ വന്നിരിക്കുന്ന മുസ്ലിങ്ങളോടാണ് ഞാൻ പറഞ്ഞത്, താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ഇറങ്ങിപ്പോവാം. മതം പഠിപ്പിക്കാനും ഇബാദത്ത് പഠിപ്പിക്കാനും അത് പഠിപ്പിക്കാനും ഇത് പഠിപ്പിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. മുസ്ലിങ്ങളുണ്ടോ? ഇറങ്ങിയ പോയിക്കോളും. എനിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ പടച്ചവൻ തന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? തലച്ചോറ് എല്ലാവർക്കും തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഉസ്താദുമാർ പുറത്തിറങ്ങണ്ട, തൂറണ്ട, അപ്പിയിടണ്ട, മറ്റുള്ളവരെ കാണണ്ട, ഒരു സമ്പർക്കം വേണ്ട എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളും. ഞാൻ പ്രോബ്ലം, എനിക്ക് അതിലൊന്നൊരു കുഴപ്പമില്ല. എൻ്റെ പെറ്റ തള്ളക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെന്ന്, ഒരാളെന്നെ എങ്ങനെ കാണണം, എങ്ങനെ കാണണ്ട. എൻ്റെ മൂക്ക് പിടിക്കാൻ ഞാൻ ആർക്കെങ്കിലും അവസരം കൊടുക്കണോ, ആ മൂക്ക് പിടിക്കാൻ ആർക്ക് അവസരം കൊടുക്കണം എന്നൊക്കെ എൻ്റെ പെറ്റ തള്ളക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിനൊന്നും ഒരു ഉസ്താദുമാരുടെ ഇതും വേണ്ട. ഇത് പുരുഷനും കെട്ടിയ ഭർത്താവും ആങ്ങളാരും ഉപ്പല്ലാത്തവരൊക്കെ അന്യ പുരുഷന്മാർ, അവരെ മുഖം കാണാൻ പാടില്ല. പോടാ കിടന്നിട്ട് പടച്ചവൻ ഇങ്ങോട്ടും പലതരത്തിൽ പല മുഖത്തോടു കൂടെ ആളുകളെ ഇങ്ങോട്ട് പുറത്തിറക്കിയിരിക്കണത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഓരോരുത്തരും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറേ ജന്മങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒരൊറ്റ മുസ്ലിങ്ങളെയും സപ്പോർട്ട് വേണ്ട. അങ്ങനെയുള്ള ഒരൊറ്റ മുസ്ലിങ്ങളെ സപ്പോർട്ട് വേണ്ട. എന്നെ സബ് ചെയ്തോളൊരു അൺസബ് ചെയ്ത് പൊക്കോളും, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ കണ്ണീര് ഞാൻ ആൾക്ക് മുന്നിൽ വീഴ്ത്തുന്നുണ്ട്. അപ്പം അതിന് വലുതാളിലൊക്കെ നിങ്ങൾ കുറേ പേരിങ്ങനെ ലാസ്റ്റ് മരിച്ചതിൽ ഡയലോഗൊന്നും ഉണ്ടാവില്ല. എല്ലാവരും മരിക്കടാ. എത്ര കോടിക്കണക്കിന് ഉറുപ്പുള്ളവന് മാറടി മണ്ണ് പോയിട്ട് പുഴു തിന്നാനാടാ പോണത്. ചില ആളുകളെ കത്തിക്കും, വെണ്ണൂറാവും, പുഴയെ കൊണ്ടൊഴുക്കും. എല്ലാവരും മരിക്കടാ കേട്ടോ. അനക്ക് സിറാത്ത് പാലം ഇല്ലേ? ഇല്ലടാ. ആരാടപ്പം അവിടെ പോയി വന്നിറക്കണത്? ഈ സിറാത്ത് പാലം പോയി കണ്ടിട്ട് വന്നവരാരാ? ഇതെങ്ങനെ ഇരിക്കുന്നു? എല്ലാം കഥകളിലൂടെ അല്ലടാ അറിഞ്ഞത്. എല്ലാം കഥകളിലൂടെ അല്ല അറിഞ്ഞത്. അതടാ, അങ്ങനെ തന്നെയാണ് കേട്ടാ. അങ്ങനെ തന്നെയാണ്. ഓരോന്നും മാറേണ്ട സമയത്ത് പടച്ചവൻ മാറ്റിയും കൊണ്ടേയിരിക്കും. ഓരോ കാര്യങ്ങളും മാറ്റിക്കൊണ്ടിരിക്കും. നീയാണ് ഹറാമി വെറുതെ ലിപ്സ്റ്റിക്കും മേക്കപ്പും ഇട്ട് പണം എന്തുവാടാ പണം എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ആണോ എന്ന് ആര് പറഞ്ഞു ഞാൻ ഹറാമിയാണെന്നുള്ളത്? പടപ്പകളോ? പട്ടപ്പകളിൽ ഏത് പൊട്ടന്മാർ പറഞ്ഞാൽ എന്താടാ എനിക്ക്? ഞാൻ ഹറാമാണ് ചെയ്യുന്നത്, ഞാൻ ഹറാമിയാണെന്നുള്ളത് പടപ്പകളിൽ ഏത് പൊട്ടന്മാർ പറഞ്ഞെന്തടക്കി? എന്നെ സൃഷ്ടിച്ചവൻ ഒരുത്തനുണ്ടാവും. ഓക്കെ, അവൻ പറയണം. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൊടുന്ന് നിർത്താൻ പറ്റുമോ നമുക്ക്? പടച്ചവനെ ആർക്കെങ്കിലും കണ്ണിൻ്റെ മുന്നിൽ കൊടുന്ന് നിർത്തി ഇതാണ് പടച്ചവനെന്ന് പറയാൻ പറ്റുമോടാ? ആരെങ്കിലും കണ്ടവരുണ്ടോടാ? ഇപ്പോൾ ഇവിടെ കിടന്നിട്ട് ഉണ്ടാക്കല്ലടാ, ഇവിടെ വന്ന് ഉണ്ടാക്കല്ലടാ. മഴയുണ്ട് അവിടെ. എവിടെ സ്ഥലം? പട്ടാമ്പിയാണോ? ഹലാലായ ജീവിതം നയിക്കുന്നവർ ഒരുപാട് ഉണ്ട്. ഉള്ളത് പറയുമ്പോൾ നിനക്കാകുന്നില്ല അല്ലേ? ഉത്ഭവം മോശമായിരിക്കും, അതാണ് ഇങ്ങനെ. അതിലുണ്ടാകുന്നതും ഇങ്ങനെയായിരിക്കാം. പാവം എൻ്റെ സിദിക്കേ, ഈ ഭൂമിയിലെ പടച്ചവൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നേ സൃഷ്ടിച്ചു ചെകുത്താനെ കേട്ടോ. ആ ചെകുത്താൻ
ആരെന്നെ വഴിതെറ്റിച്ചത്? ആദം ഹവ്വ. പടച്ചവൻ ആവുന്നതും പറഞ്ഞ് എന്തെന്ന്? നിങ്ങൾ ആ കായ്കനികൾ ഭക്ഷിക്കരുത് ഭക്ഷിക്കരുത്. സൃഷ്ടിച്ചവനാണ് പറയണത് ഭക്ഷിക്കരുത് ഭക്ഷിക്കരുത് എന്ന്. അത് കേൾക്കാതെ പോയതങ്ങ് ഭക്ഷിച്ചു. ആര്? ആദമും ഹവ്വയും. ആ പടച്ചവൻ നേരിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് അനുസരിച്ചിട്ടില്ല ആദമും ഹവ്വയും. അപ്പം പിന്നെ ബാക്കിയുള്ള സൃഷ്ടികൾ മൊത്തം പടാ പടാ കഷണ്ടി കുശുമ്പ് കുനിട്ട്. കഷണ്ടിക്ക് പിന്നെയും വരുന്നുണ്ടാ, പക്ഷെ കുശുമ്പ് കൂനിട്ട് കേട്ടാ. അയ്യോ അവൻ വന്നേക്കുന്നു പാടാ കിടന്നിട്ട്. എല്ലാവരും 90%, 1% മനസ്സിൽ തിന്മയില്ലാത്ത മനുഷ്യരുണ്ടാവില്ലടാ. 1% കേട്ടാ. വെറുതെ അനാവശ്യമില്ലാത്ത കമൻ്റ് ഇടുന്നത് കൊണ്ടാണ് താത്ത അങ്ങനെ പറയുന്നത്. ആളുകൾ വെറുതെ അത് കേൾക്കാൻ വേണ്ടി മാത്രം മെസ്സേജ് അയക്കുകയാണ് മകളെ. ഇത്താത്ത ഒരു ചിരി, ഒരു ബമ്പർ ചിരി, അതിൽ ഒന്ന് ട്രൈ ചെയ്യൂ. പെട്ടെന്ന് പറയാനുള്ളത് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ആരാണ് ശ്രീച്ച? നമ്മൾ ശ്രീച്ച. എല്ലാ മതത്തിലും അതിൻ്റേതായ നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി മുസ്ലിമാണ്. കല്യാണം കഴിക്കാൻ അവൾ സ്വന്തം മതം മാറാൻ തയ്യാറല്ല. അപ്പോൾ എന്താ കരുതിയിരിക്കുകയാണ്. സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ അവിടെ മതത്തിൻ്റെ കാര്യങ്ങളേ വരുന്നില്ലടാ കേട്ടോ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ആ അതിർവരമ്പ് എന്താക്കും? മുറിക്കും. ആരെങ്കിലും ഒരാൾ സ്നേഹമാണ് വലുത് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ആ അതിർവരമ്പ് മുറിക്കും. ആരുടെ ശരീരത്തിൽ ഓടുന്നതും ചോരയ്ക്ക് ചോപ്പ. നീയൊരു കൊച്ചിനെ ഉണ്ടാക്കുന്നതും അപ്പുറത്ത് വേറെ മതത്തിൽ ഒരാളൊരു കൊച്ചിനെ ഉണ്ടാക്കുന്നതും ഒക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. ആർക്കും വ്യത്യാസം പടച്ചവൻ കൊടുത്തിട്ടില്ല. ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമും ഒക്കെ ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീണതും ഒരുപോലെയാണ്, ഉണ്ടാക്കപ്പെടുന്നതും ഒരുപോലെയാണ് കേട്ടോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. എടി ഡാഷ് മോളെ, നിൻ്റെ ഡാഷ് ചെയ്, നീ പോയി ചെയ്യടി മൈമുനാത്തെ. അച്ഛൻ്റെ അവിടെ വാപ്പാൻ്റെ അവിടെ കയറിയിരിക്കും കേട്ടോ. ഇത്താക്ക് ചെറിയ കുട്ടികളുമായി ജോലിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ചിലവ് കഴിയുന്നു. ഈ ബാഡ് കമൻറ്റ് ഇടുന്നവർ നല്ല ആൾക്കാരാണോ? തുണി അയച്ചിട്ടൊന്നും പൈസ ഉണ്ടാക്കുന്നില്ല. തീർച്ചയായും അങ്ങനെ വിചാരിച്ചാൽ മതിയല്ലോ. എത്ര പേര് 60 വയസ്സ് കഴിഞ്ഞ സിന്ധൂസ് വേൾഡോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെ ഉള്ളതാ? എളനാട്. ആ പെണ്ണുമ്പിള്ളയൊക്കെ ചാടണതും ഭർത്താവൊപ്പം നിന്നിട്ടല്ലടാ ചാടണത്. അയാളൊക്കെ ഒരാണാണോ? നിങ്ങൾ പറ. ഭർത്താവിനും ഒപ്പം നിർത്തി അവൾ ചാടുന്നു, വയറ് കാണിക്കുന്നു, മുല കാണിക്കുന്നു, മറ്റത് കാണിക്കുന്നു, മറിച്ചത് കാണിക്കുന്നു. ഞാൻ വിചാരിച്ചു ആദ്യം അവർക്ക് മക്കളൊന്നുമില്ല, അവർ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ചെറിയ മക്കളാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. നയിച്ചു കൊടുക്കാൻ പറ്റിയ മക്കളുണ്ട്. ഓക്കെ, നയിച്ചു കൊടുക്കാൻ പറ്റിയ മക്കളുണ്ട്. ഞാനൊക്കെ അങ്ങനെ ഒരു മക്കളുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിന്നിട്ട് ഞാനൊരു മൂലക്കിരിക്കും. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനത്തെ ആളുകൾ പോലും സോഷ്യൽ മീഡിയയിൽ വന്ന് തുള്ളിയിട്ട് കാശുണ്ടാക്കണം. അടിയിടാ, മറ്റവൻ അടിയിടാ, മറച്ചവൻ അടിയിടാ, ഇവൻ അടിയിടാ, അവൻ അടിയിടാ. അതും എത്രത്തോണ്ട് സെക്സ് പരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനെ എനിക്കിത് പറഞ്ഞാൽ എൻ്റെ ഇതിൽ വന്നിട്ടാണ് ഞാൻ തിരിച്ചു പറയുന്നത്. ഓക്കെ, പൈസയ്ക്ക് വേണ്ടി തുണി ഉരിഞ്ഞു കാണിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി പ്രതികരിക്കും കേട്ടോ. വന്നല്ലോ ശ്രീനാഥേ. ഒരു മുത്തം തരാൻ പാടില്ല എന്ന് എൻ്റെ വല്യപ്പ പറഞ്ഞിട്ടില്ലല്ലോ. അതേതോ സിനിമയിലെ ഡയലോഗാണല്ലോ. കിളിച്ചുണ്ടൻ മാമ്പഴമേ. മക്കളെ ഒന്നും കാണാറില്ലല്ലോ എവിടെ. മക്കളെ ഉറങ്ങിയിട്ടാണ് ഞാൻ ലൈവ് ഇടാറുള്ളൂ. ഓക്കെ, അല്ലാതെ ഞാൻ ലൈവ് ഇടാറില്ല. ഇത്ത ഓൺലി ഫാൻ സ്റ്റാർട്ട് ചെയ്തോടെ.